സൂചി ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ ശരീരത്തിൽ കുത്തിവെക്കുന്നവർക്കിടയിൽ HIV ബാധ കൂടുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. താൽക്കാലിക ആനന്ദത്തിനായി ലഹരി കുത്തിവെക്കുമ്പോൾ ലഹരിക്കൊപ്പം HIVയും ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. കേരളത്തിൽ 80% പേരും കൂട്ടുകാരോടൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നതെന്നാണ് എക്സൈസ് വകുപ്പ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയത്. സൂചിയിൽ നിറച്ച നിലയിലാണ് പലപ്പോഴും വിതരണക്കാർ കൈമാറുന്നത്. കൂട്ടുകൂടി ലഹരി കുത്തിവെക്കുന്ന മിക്കവരും ഒരേ സൂചിയാണ് പങ്കിടുന്നത്. ഉപയോഗിച്ച സൂചി ഇവർ വീണ്ടും ഉപയോഗിക്കുന്നതായും സർവേയിൽ കണ്ടെത്തി. ഇതാണ് ലഹരി ഉപയോഗിക്കുന്നവരിൽ HIV കേസുകൾ കൂടാൻ കാരണം. ഹെപ്പറ്റൈറ്റിസ് B, C രോഗങ്ങളും സമാനമായി രക്തത്തിലൂടെ പകരുന്നുണ്ട്. കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ മലപ്പുറം വളാഞ്ചേരിയിൽ 2 മാസത്തിനിടെ 10 പേർക്കാണ് HIV ബാധ കണ്ടെത്തിയത്. ഒരാൾക്ക് HIV സ്ഥിരീകരിച്ചപ്പോൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തുടർ പരിശോധനയിലാണ് വ്യാപനം കണ്ടെത്തിയത്. ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും കണ്ടെത്തിയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക പറഞ്ഞു. അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് ആണെന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് 10 പേരെ നമ്മൾ ഇൻഫെക്ട് ചെയ്തു. കേരളത്തിൽ 2021 ശേഷം യുവാക്കൾക്കിടയിൽ HIV കൂടുന്നതായാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക്. വർഷം ശരാശരി 1200 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ 15% പേരും 19 മുതൽ 25 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ്. ലഹരി കുത്തിവയ്പ്പാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. നേരത്തെ 43 വയസ്സ് വരെയുള്ളവർക്കായിരുന്നു രോഗബാധ കൂടുതൽ. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.